എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇവള് കൊള്ളത്തില്ല. ഇവള് നീ നന്ദന MG കോളേജിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അത് അമ്മ ഈ കുട്ടി സ്ഥലം ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഈ അപർണ എന്ന് പറയുന്ന കുട്ടി വളരെ മോശമായിട്ടാണ് ആൾക്കാരെ എനിക്ക് ഒരു സ്ഥലപ്പേര് കൂടെ ഉണ്ട്, പേയാട്. എന്നിട്ട് നീ വല്ലതും അങ്ങനെ പറയുന്നതിനെ അടിക്കും ഞാൻ. അവർക്ക് അവര് വലതും പറയും, നമ്മൾ മൈൻഡ് ആക്കണ്ട. പെണ്ണും കിട്ടാണ്ട് എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. നമ്മൾ മനുഷ്യന്റെ കാര്യം പോലെ വിട്ടു കൊടുക്കാൻ പാടില്ല. വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാമേ. നാളെ റിലീസ് 11 റിലീസാ. വർഷങ്ങൾക്ക് ശേഷം 6 സിനിമയാ? ഇപ്പൊ തമാശ നടക്കുന്ന പറഞ്ഞല്ലേ? നാളെ എനിക്ക് അത് കാണണം. നല്ല സിനിമ. അച്ഛന്റെ അതേ സ്റ്റൈല് കൊണ്ടുവന്നിട്ടുണ്ട് മോനും. മോഹൻലാലിന്റെ അല്ലേ? മറ്റേ അയാൾക്ക് അതേ അന്നിങ്ങനെ കുട്ടി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ബിസിയാണ്. പോലീസിന് പിടിച്ചു കൊടുക്കും. പിന്നെ കല്യാണി അല്ല നിന്നെ ആരും പിടിച്ചു കൊടുക്കും. സാറൊന്നും കൊണ്ടോക്കോളൂ. നന്ദയ്ക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റീറ്റർ വാങ്ങാൻ പോയാ ഋതു പോന്ന പോക്ക് കണ്ടോ? ഞാൻ കേറിയാല് കുറെ സമയം എന്നോട് കാര്യം പറയായിരുന്നു കേട്ടോ. അവിടെ കേറി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റൂ. ഓ ചുമക്കാൻ വയ്യ കേട്ടോ, വെയിറ്റ് ഉണ്ട്. 10 കിലോ അല്ലേ? 10 കിലോ കാണിച്ച അവിടെ പോയി തൊട്ട് നമുക്ക് 10 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാരും കൂടെ പോയിട്ട് ചാക്ക നോക്കാൻ പോയവര് ഒരു 3 പേര് ആന്റിയും കൂടെ പോവേണ്ടി വരും. അരിച്ചാക്കൊന്നും അല്ലല്ലോ പിടിക്കാൻ. അരിച്ചാക്ക അരിച്ചാക്ക് പിടിക്കുന്ന പ്രതീതിയോടാ 3 പേര് 4 ലിറ്റർ പിടിക്കാൻ പോകുന്നത്. അരിച്ചാക്ക് വരെ മാനം മര്യാദയിൽ പിടിക്കും. ഒരു 3 ആ ഒരെണ്ണം പിടിക്കാനാ 3 അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഭയങ്കര വെയിറ്റായി പോയില്ല. ഞാനിവിടെ വരണോ പിടിക്കാൻ? ചോദിച്ചു പറഞ്ഞ ആള് മനുഷ്യർക്ക് തരത്തില്ല. ഭയങ്കര കരത്തിലായിരുന്നു വെളുത്തിന് വേണ്ടി. ഞങ്ങള് കണ്ടുപോയി കുമ്പിട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല. അവിടെ ചിലപ്പോ നിങ്ങൾ വായടച്ചിരിക്കുന്ന ചെറുക്കന്മാരൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾ മാത്രമേ വിളിക്കുള്ളൂ കേട്ടോ. വിളിക്കില്ല, ചന്ദ്രമുഖേ മാത്രമേ വിളിക്കൂ. അങ്ങനെ ഒന്നേ വിളിക്കുള്ളൂ. വിളിച്ചിട്ട് കേട്ടില്ല പിന്നെ രണ്ടാമത്തെ കോള് ചന്തമുക്കുന്ന. നീ എന്നെ വിളിക്കണ്ട. തേർഡ് ഇയറിലേക്ക് ഇനി ആവുന്നു. നെടുമങ്ങാട്. നെടുമങ്ങാടല്ല, ചന്ത. ആരനാട്. ശരിയാണ്, നമുക്ക് പേയാട് ചന്തമുഖം. എന്നാ പിന്നെ പോയി കെട്ടിക്കണം അവിടെ. നേരം കൊണ്ട് പറയും പോണേ. നീ വേണമായിരുന്നു ഒരു ദിവസം ഇവിടെ പൂരം പ്രേതക്കഥ പറഞ്ഞിട്ട്. പ്രേതക്കഥ പറഞ്ഞു 1 മണി വരെ പ്രേതക്കഥ. പിന്നെ എല്ലാം വിറച്ച് ഇന്ദുലേഖ ഉണ്ടല്ലോ, ഇതിലൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ വെറുതെയാണ്. നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ല. രാത്രി എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ 100 ദൈവങ്ങളെ വിളിച്ച് ഞാൻ കിടന്നു കേട്ടോ. ആരെയൊന്ന് തോണ്ടിയേ. അപ്പൊ ഞാൻ എഴുന്നേക്കുന്നില്ല. തോണ്ടി കഴിഞ്ഞപ്പോ കണ്ണു തുറക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യില്ല എന്നെ സംഭവം. അപ്പൊ ഞാൻ ഓർക്ക് ദൈവം രാത്രി പ്രേതക്കഥ പറഞ്ഞത് എന്നെ സംഭവം നടത്തില്ല. കണ്ണു പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് മുടിയൊക്കെ അടിച്ചിട്ട് എന്റെ കത്ത് എന്റെ അടുത്ത് വന്നിരിക്കുവാണേ. ഞാൻ ഒന്നേ നോക്കിയോളൂ. ഞാൻ ചാടി എഴുന്നേറ്റ്
ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് നേരം വെളുത്തിട്ട് ഞാൻ ഉറങ്ങിപ്പെട്ടെന്നെ വിളിച്ചെന്ന് പറയാം. ഫോൺ എടുത്ത് നോക്കുമ്പോൾ 3:30 സമയം. ഞാൻ ചെന്നടി എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, കിറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ചോദിച്ചു എന്നടി പേടിയാണ് നിനക്ക്? ആണെന്നാ തോന്നണേ. എന്നിട്ട് എന്നെ അവള് കിടക്കണില്ല. ഞാൻ പോയി കിടക്കണി. കിടന്നത് 1:30. എനിക്ക് പിറ്റേന്ന് വർക്കിന് വേണ്ടി അവർ പോയി കിടക്കണി. ഇല്ല എനിക്ക് ഉറക്കം വരണില്ല, ഉറങ്ങാൻ പറ്റണില്ല. എന്നിട്ട് പിന്നെ കാട്ടിലൊക്കെ അടുപ്പിച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസമായപ്പോ രാത്രിയില് എന്നോട് ചേച്ചി ഞാൻ ചെന്നടാ ദൈവങ്ങളുടെ ഫോട്ടോ അല്ലോ കേട്ടോ. ഞാൻ ചോദിച്ചു എന്തിനാ? ഇല്ല കയ്യിലുണ്ടെങ്കിൽ ഒരു ധൈര്യം, എനിക്കൊരു കുരിശ് വരച്ചു തരുമോ നെറ്റിയില്. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി വന്നപ്പോഴത്തേക്ക് എനിക്ക് കയറാനിടയില്ല. 2 കെട്ടിലും കൂടെ അടുപ്പിച്ചിട്ടേക്കും. അതൊരു ഇതുവഴി കയറിക്കും. അങ്ങനെ കിടന്നത്. അതേപോലെ തന്നെ നമ്മളെ ഏതൊരു ഗെയിമിന്റെ ഈ പ്രേതങ്ങളെ അപ്പം എവിടെ പാർക്ക് ചെയ്യും? ഇവിടുത്തെ അറിയാവോ? ഞങ്ങള് കളിക്കാന്നെല്ലാം പറയുവാണ്. പിന്നെ അറിയാൻ മറന്നു പാർക്ക് അതാണ് നോക്കട്ടെ എല്ലാരും നോക്കട്ടെ. എന്റെ ഒരു തലയും കൊണ്ടുണ്ട്. അത് അവിടെ വെട്ടോടെ മോനെ. കൈ പൊക്കി പിടിച്ച് എങ്ങോട്ടാണ് നേരെ പോയി സ്ട്രേറ്റ് പോയിട്ട് നീ ലെഫ്റ്റ് കുറയും ആ കാറിന്റെ ഫ്രണ്ടിൽ. ഇല്ല അവിടെ നേരെ പോയിട്ട് വളഞ്ഞു വരാനേ പറ്റത്തുള്ളൂ. ഇല്ല ചിലപ്പോ കുറച്ചുകൂടെ പോകുമ്പം അവിടെ മതി മറ്റേവർക്ക് വണ്ടി എടുക്കണ്ടേ? ആന്റി ബാബ സെൽഫി ഇവിടെ എടുക്കൂ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കും. വയറ് വെച്ചിട്ടുണ്ട്. കണ്ടോ എല്ലാം കൂടെ നടക്കുന്നുണ്ട്. ഫുട്പാത്തിൽ കിടന്ന് ബഹളം വെക്കുന്ന കുറെ കൊച്ചുങ്ങള്. എടാ നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാടാ. കച്ചറ പിള്ളേർ പോലെ എടാ കുഞ്ഞുങ്ങളെ വാട ഇങ്ങോട്ട്. സത്താന ഗോപാലങ്ങൾ പോകുന്നുണ്ടോ? 2 3 അപ്പോൾ തന്നെ നമ്മൾ കാർണിവലിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുക. ഒരു ടിക്കറ്റിന് 30 രൂപ കണ്ടോ. ഇനിയുണ്ട് അതുകൊണ്ട് ലൈറ്റൊക്കെ കണ്ടോ. കുറച്ച് തിരക്ക് ഇല്ലയോ? എന്തുവാ അവിടെ കാർണിവലിൻ്റെ ടിക്കറ്റ് ഫോട്ടോ എടുക്കട്ടെ. ടിക്കറ്റാണിത്. ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇവരിങ്ങനെ കെട്ടിത്തരും. ഇതിനാണെന്തോ അറിയത്തില്ല. കണ്ടോ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ. കണ്ടോ എന്തിനാണോ പരിപാടിയാണ് 5 പേരുടെ വീഡിയോ എനിക്ക് വീട്ടിലെല്ലാവരും ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നോ?
കാണിച്ചേ കണ്ടോ 250 റുപ്പീസാണ് 5 പേർക്ക് 50 രൂപ വെച്ചിട്ട് ഒരാൾക്ക്. അത് ന്യായം. കോഴി ഇതാണ്ടേ പേടിച്ചു പോയി. ഇതിന്റെ പേരുമല്ല ഇത് 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 പറഞ്ഞ അവിടെ ഒരു കൊച്ചിനുണ്ട്. ചേട്ടാ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു കിടക്കുന്നത്. വേറെ യാത്രയാവുമ്പോൾ ഐസ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതുപോലെ ഇരിക്കുന്നുണ്ടോ അല്ലയോ? ഇതിന് കൊടുക്കാനുള്ളതാണോ? എന്താ വിലയാ? ഇത് ഏതന്നെ മിനി പോമറേനിയനാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കേ.
പായസം നമ്മൾ പാൽപ്പായസം വാങ്ങിച്ചിട്ടുണ്ട്. പാൽപ്പായസം ആകട്ടെ, പക്ഷെ പ്ലേറ്റ് ഇല്ല. എടാ പായസം വേണ്ട എടാ. ഇത് കേക്കായിരുന്നു. അയ്യോ തീർന്നു കേക്ക്. ആണ്ടാ 130 രൂപയുടെ ഹണി കേക്ക്. പിന്നെ കോംബോയിൽ എത്ര പൊറോട്ടയും ഒരു ചിക്കൻ റോസ്റ്റ് 100 രൂപ. വീണ്ടും ഒരു 2 പൊറോട്ട ചിക്കൻ റോസ്റ്റ്, 4 പൊറോട്ടയും 2 ചിക്കൻ റോസ്റ്റ് 200 രൂപ. ഞങ്ങൾ കാർണിവൽ ആഘോഷിച്ചു. അപ്പോൾ തന്നെ കുതിര ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, നമ്മളും പൊക്കോണ്ടിരിക്കുന്നു. അവിടെ കുട്ടികൾ കളിക്കുന്നു. യൂട്യൂബ് ഇടണമെങ്കിൽ മറ്റേതാണ്. യൂട്യൂബിൽ തിരിച്ചു വെച്ചു. യൂട്യൂബ് ഇടാനൊന്നും പോകുന്നില്ല. ആര് പറഞ്ഞു? പൊട്ടി. അപ്പോൾ ഞങ്ങളുടെ കനകക്കുന്നിലെ കാർണിവൽ കാണാൻ പോകുന്ന ആ ഒരു വീഡിയോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, പുതിയതായി കാണുന്നവർ പിള്ളേർ മറന്നു പോകരുത്. വീണ്ടും ഞാൻ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.